സാമ്പത്തിക വിദഗ്ധൻ എൻ നിയതി കൂടി ചേരുന്നു. ശ്രീ എൻ നിയതി, സംസ്ഥാന സർക്കാർ കടുത്ത ധനപ്രതിസന്ധിയിലൂടെയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. വരും മാസങ്ങളിലും ധനവകുപ്പ് നേരിടുക വൻ പ്രതിസന്ധി എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ക്ഷേമ പദ്ധതികൾ അപ്പാടെ തകിടം മറിഞ്ഞിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളമടക്കം വരും മാസങ്ങളിൽ വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കും എന്നുള്ള സൂചനകളും വരുന്നുണ്ട്. താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? കേരള ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം വരവും ചെലവും തമ്മിൽ കൂട്ടുമുട്ടിക്കാൻ വളരെ ബുദ്ധിമുട്ടുകയായിരുന്നു കഴിഞ്ഞ 2-3 വർഷമായിട്ട്. അത് 2024-25 വർഷവും തുടരും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. കാരണം 2024-25 ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും ധനകാര്യ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമുള്ള റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് കിട്ടുകയില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, സുപ്രീം കോടതിയിൽ പോയ അവസരത്തിലെ വായ്പാ പരിധി ഉയർത്തണമെന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. GDP-യുടെ 3% ഉയർത്തണമെന്നുള്ളത്. അതും സുപ്രീം കോടതി തീരുമാനമെടുത്തിട്ടില്ല. അത് ഭരണഘടനാ ബെഞ്ചിനെ വിട്ടിരിക്കുകയാണ്. ഇനി എന്ത് വായ്പയെ സംബന്ധിച്ച് 24-25 കേരള ഗവൺമെന്റിന് കൊടുക്കാനുള്ള വായ്പ എത്രയായിരിക്കും, അത് GDP-യുടെ എത്ര ശതമാനമായിരിക്കും, മറ്റു കാര്യങ്ങളൊക്കെ ഇനി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഏത് രീതിയിലാണ് തീരുമാനമെടുക്കുന്നതിനെ ആശ്രയിച്ചിരിക്കും കേരള ഗവൺമെന്റിന്റെ ഏപ്രിൽ-മെയ് മാസങ്ങളിലെ വരവും ചെലവും തമ്മിലുള്ള അന്തരം മനസ്സിലാക്കുന്നത്. കാരണം ഏപ്രിൽ മാസത്തിലെ വായ്പ എടുക്കാനുള്ള അനുവാദം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നൽകിക്കഴിഞ്ഞെങ്കിൽ മാത്രമേ കേരള ഗവൺമെന്റ് എടുക്കാൻ പറ്റത്തുള്ളൂ. അതിന്റെ തുടർച്ചയായിരിക്കും 2024-25 മെയ് മാസത്തിലും ജൂൺ മാസത്തിലും ഇലക്ഷൻ ടൈമിലൊക്കെ നടക്കും. അതിനു മുമ്പ് കേരള ഗവൺമെന്റ് 2023-24 എടുത്ത വായ്പ സംബന്ധിച്ച ഡീറ്റെയിൽസ് എല്ലാം ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെ കേരള ഗവൺമെന്റിന്റെ നമ്മൾ 24-25 നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരള ഗവൺമെന്റിന്റെ തനത് വരുമാനത്തിന്റെ ഏകദേശം 96% പലിശ, ശമ്പളം, പെൻഷൻ എന്നിവയ്ക്ക് വേണ്ടി ചെലവഴിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴും ഉള്ളത്. ഈ ഒരു സാഹചര്യത്തില് വായ്പയെ ആശ്രയിച്ചോ അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് കിട്ടുന്ന നികുതിയേതര വരുമാനത്തെയോ അല്ലെങ്കിൽ ഗ്രാന്റിനെ സംബന്ധിച്ചോ ഉള്ള ആശ്രയിച്ചിരിക്കും. അത് മാത്രമല്ല 2023-24 പ്ലാൻ എക്സ്പെൻഡിച്ചർ ഡീറ്റെയിൽസ് ഒന്നും പുറത്തു വന്നിട്ടില്ല. അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് ഗവൺമെന്റ് ഓഫ് കേരളയ്ക്ക് അല്ലെങ്കിൽ കേരള ഗവൺമെന്റിന് അടുത്ത 2-3 മാസങ്ങളിലെ ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരിക്കും. ആ സാമ്പത്തിക പ്രതിസന്ധിയെ തരണം ചെയ്യുവാനുള്ള ധനവിഭവ സമാഹരണ ശേഷി ഈ ഗവൺമെന്റിന് ഇല്ല എന്നാണ് എന്റെ വ്യക്തമായ വിശ്വാസം. ആ ഒരു സാഹചര്യത്തിലെ വരും വർഷങ്ങളിലും മാസങ്ങളിലും പെൻഷൻ, അതേപോലെ തന്നെ പെൻഷൻ കുടിശ്ശിക, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എന്നിവയ്ക്കൊക്കെ പണം കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ട് വരും. കാരണം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഏകദേശം ഇപ്പം 6 മാസത്തെ കുടിശ്ശികയായിട്ടുണ്ട്. അത് ഇന്ന് കൊടുക്കും, എങ്ങനെ കൊടുക്കും എന്നുള്ളതിനെ പറ്റി പറയാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ പെൻഷൻകാരുടെ ഈ 3ാം ഗഡു കുടിശ്ശികയും കൊടുത്തു തുടങ്ങിയിട്ടുണ്ടെന്ന് പറയും. അതിനുള്ള ധനം എവിടെ നിന്ന് കണ്ടെത്തും? അങ്ങനെ വ്യക്തമായ ഒരു നയ സമീപനം സ്വീകരിക്കാതെ അവരുടെ വരവും ചെലവും കൂട്ടുമുട്ടിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ തീർച്ചയായിട്ടും വരും മാസങ്ങളിലെ ഈ 3 കാര്യങ്ങളിൽ പലിശ ഇനത്തിലും ശമ്പള ഇനത്തിലും പെൻഷൻ ഇനത്തിലും അതേപോലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഇനത്തിലും പേയ്മെന്റ് നടത്താനായിട്ട് ഗവൺമെന്റിന് അതിഭയങ്കരമായ ഒരു പ്രതിസന്ധി നേരിടും. അത് എങ്ങനെ വായ്പയിൽ കൂടി പരിഹരിക്കാം എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും ഇതെന്നാണ് എന്റെ ഉറച്ച വിശ്വാസം. വളരെ നന്ദി ശ്രീ എൻ നിയതി പ്രതികരിച്ചതിന്.